എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. വലിയ ചേട്ടനായതുകൊണ്ട് കൈ കുറച്ച് കയറ്റി വെച്ചേക്കാം. മാസിരിക്കട്ടെ. അല്ല പിന്നെ തലയെടുപ്പുള്ള മലയാള സിനിമകൾ വളരെ കുറച്ചുള്ളൂ. അതിലൊന്നാണ് വല്യേട്ടൻ. തീർച്ചയായിട്ടും തലയെടുപ്പുള്ള ചില കഥാപാത്രങ്ങളുണ്ട് ഈ ലോകത്ത് തന്നെ. അതിലൊന്നാണ് വല്യേട്ടൻ. അത് ശരിക്കും ഈ വലിയ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടപ്പോഴേ എന്തോ വലിയ സംഭവം കാണുന്നത് പോലെ ഒരു ഫീലായിരുന്നു. സത്യമായിട്ടും ഈ സിനിമ നമ്മള് ടി വിയിൽ മാത്രമാണ് ഈ സിനിമ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. തിയേറ്റർ എക്സ്പീരിയൻസ് ഭീകരം. ഭാഗ്യം ചെയ്തവരാണ് അന്ന് ഇത് തിയേറ്ററിൽ കണ്ടവര്. അത് കണ്ടപ്പോൾ പല സമയത്തും ആലോചിച്ചു പോയിട്ടോ. അതായത് മരണമാസ സീനൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ആലോചിച്ചു ഈ മമ്മൂക്ക ഫാൻസിന്റെ കൂടെ അന്നിരുന്ന് ഈ സിനിമ ആഘോഷിച്ച ആൾക്കാരെ കുറിച്ച്. ഭാഗ്യമാണ് അതിന്. അതൊരു സത്യം. നമ്മള് ഇന്നിരുന്നപ്പോ പോലും ആളില്ല. അപ്പം നമുക്ക് അതിന്റെ ആ എഫക്റ്റ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ അന്നത് അവർ ആഘോഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം 100% ഉറപ്പാ. അതിങ്ങനെ ഫീൽ ചെയ്യല്ലേ? അതെ, കാരണം ഇങ്ങനെ ഒരു ഒറ്റക്കൊമ്പ വന്ന് നിന്നിട്ട് ഇങ്ങനെ മെതിച്ച് ആറാടാണ്. ശരിക്കും നമ്മുടെ ഒക്കെ വലിയേട്ടനായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ ഒക്കെ ഒരു മൂത്തയാള് ഇയാള് കടന്ന് ഇയാളുടെ പെർഫോമൻസ് തന്നെ ഉള്ളൂ. അഴിഞ്ഞാട്ടം. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ മൂപ്പരെ കാണാനുള്ളൂ. എന്തൊരു ലുക്കാണ്, സ്ക്രീൻ പ്രസൻസ് ഭീകരം. ശരിക്കും അതായത് ഒന്ന് ആ ക്ലാസിക് ബെൻസ് വൈറ്റ് കളറ്, പിന്നെ ആളുടെ വൈറ്റ് ഡ്രസ്സ്, ജുബയും, അതിന് ആ കൈ ഇങ്ങനെ മടക്കി വെച്ചതായാലും ആ മീശ പിരിച്ചു വെച്ചിട്ടുള്ള മീശ മറ്റുള്ള മീശകൾ പിരിക്കുന്ന പോലെ കൊമ്പം മീശയല്ല, അല്ലല്ല, ഈ അറ്റം മാത്രമാണ്, തല മാത്രമാണ് പിരിച്ചു മുകളിലേക്ക് വെച്ചേക്കണേ. പിന്നെന്താന്ന് അറിയാം ഇതിന്റെ ഹൈലൈറ്റ് സാധനം, അതായത് ഇതിന്റെ BGM. ആളിങ്ങനെ വരുമ്പോ അതിന്റെ ഒരു പ്രൗഢി ഇങ്ങനെ വിളിച്ചു. അതെ, നമ്മളിപ്പോ പറഞ്ഞില്ലേ ആ പ്രൗഢി, അത് ആ ഒരു BGM-ലുണ്ട്. സത്യം, ഒരു പ്രൗഢി ഫീൽ ചെയ്യും എല്ലാത്തിനും. ആളിങ്ങനെ നടന്നിങ്ങനെ വരുമ്പോഴും ആ അത് ഞാൻ മറ്റേലേക്ക് CBI-ലേക്ക് പോയല്ലോ, സോറി. നീ എങ്ങോട്ടാ പോയത്? അതന്നല്ലേ ആ സാധനം. ആളും ആ വൈറ്റ് ഡ്രസ്സ് വിട്ട് ആള് വരുമ്പോഴൊക്കെ ആള് ചെറിയൊരു പിരിക്കലും ഉണ്ട്. അതും കൂട്ടി അങ്ങോട്ട് വരുമ്പോൾ ആഠിത്യം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് കാണുമ്പോ അങ്ങോട്ട് തോന്നും ഭീകരം. ഒരു കൊമ്പൻ. ശരിക്കും ഈ പൗരുഷത്തിന്റെ അവസാന വാക്ക് എന്നുള്ളൊരു സംഭവം മമ്മൂക്കയെ കുറിച്ച് പലരും പറയാറുണ്ട്. അത് ഇതൊക്കെ കണ്ടിട്ടാണ് മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ ശരിക്കും മമ്മൂക്ക തന്നെയാണ്. കാരണം ചെയ്തു വെച്ചിട്ടുള്ള ഇതുപോലത്തെ കുറെ കിടിലൻ ഐറ്റംസ് ഉണ്ട്. അത് ഗംഭീരം തന്നെയാണ്. എന്തായാലും സിനിമ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് എടുത്ത് പറയാൻ തോന്നിയ കാര്യം, ഇത് റീമാസ്റ്റർ ചെയ്തിരിക്കുന്ന രീതി. ഇത് അമേരിക്കയിലൊക്കെ കൊടുത്തയച്ചിട്ടാണ് ഇത് റീമാസ്റ്റർ ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ ക്വാളിറ്റി ഭീകരം. ഇപ്പം ഒരു 2000 റിലീസ് ചെയ്തിട്ടുണ്ട്. 24 വർഷം മുന്നേ ഇറങ്ങിയ ഒരു സിനിമ കാണുന്ന ഫീൽ അല്ല നമുക്കിതിൽ കിട്ടുന്നത്. പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായിട്ടുണ്ട്. ചെറിയ ഒരു സ്ഥലത്തെ 1-2 സ്ഥലത്ത് അല്ല, കുറെ സ്ഥലങ്ങളിലുണ്ട്. അതായത് ഈ മൂവിങ് ഷോട്ട് വരുമല്ലോ, കടന്നിങ്ങനെ ക്യാമറ കടന്ന് തിരിഞ്ഞ് മറിഞ്ഞു വരുന്ന സമയങ്ങളുണ്ട്. അതെ, ആ സമയങ്ങളിൽ ഫോക്കസ് ഔട്ടിന്റെ പ്രശ്നം അത് അന്ന് ചെയ്തു വെച്ചതിൻ്റെയാണ്, ക്യാമറയിലുള്ളതാണ് ഒന്ന്. പിന്നെ അതല്ലാതെ റീമാസ്റ്റർ ചെയ്ത് കൊടുത്ത് കിട്ടാത്ത ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതുണ്ട്. അത് പിന്നെ നിവർത്തിയില്ല, വേറെ അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കണം. അതല്ലാതെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിക്ചറിൽ. അതെ, കളറിങ്ങിലും എല്ലാത്തിലും നമുക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്. പണ്ടത്തെ സിനിമകൾക്കൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല വ്യത്യാസം, ഡിഫറൻസ് അതും ഇതും തമ്മിൽ. അത്രയ്ക്കും ക്ലാരിറ്റിയിലാണ് സാധനം തന്നിട്ടുള്ളത്. പിന്നെ സൗണ്ടിലാണെങ്കിലും നമ്മൾ ട്രെയിലറിൽ കണ്ട് നമ്മൾ പറഞ്ഞ സാധനമൊന്നും അല്ല കേട്ടോ. ട്രെയിലറിൽ നമ്മൾ പറഞ്ഞത് മമ്മൂക്കേന്റെ പലരും പറഞ്ഞായിരുന്നു കേട്ടോ, മമ്മൂക്കേന്റെ സൗണ്ടിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മാറ്റവും ഇല്ല, സെയിം സൗണ്ട് തന്നെയാണ്. അതെന്താണെന്നറിയോ, അത് ഒരു എക്കോ ഉണ്ടായിരുന്നു. നമ്മൾ TV-യിൽ കാണുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു എക്കോ സംഭവം എടുത്തു കളഞ്ഞപ്പോഴുള്ളൊരു നമുക്കുണ്ടായൊരു തോന്നലാണ്. പക്ഷെ അത് തിയേറ്ററിൽ പക്കാ ഫീലായിരുന്നു. പിന്നെ ക്ലാരിറ്റി, സൗണ്ടിന്റെ ക്ലാരിറ്റി ആണെങ്കിലും അടിപൊളി. പിക്ചർ ഇപ്പം നമ്മൾ പറഞ്ഞു, പിക്ചർ അടിപൊളി. പിന്നെ അതേപോലെ പറഞ്ഞാണ് BGM, ആ സാധനങ്ങളൊക്കെ, അതിന്റെയൊക്കെ. പിന്നെ ഇതിലെ സോങ്ങുകൾ, സോങ് ഒക്കെ തരുന്നൊരു എക്സ്പീരിയൻസ് അതൊരു മാരകം കേട്ടോ. നിറനായി പൊന്നിൽ നിന്നുള്ള സോങ് ആണെങ്കിലും പിന്നെ ഇതേപോലെ ഒരു പ്രൗഢിയാണ് അതില് മൊത്തം അങ്ങനെ തന്നെയാണ്. അതായത് ആ ഒരു
ഒരു കൊട്ടാരമൊക്കെ പോലെ, അവിടുത്തെ ഒരു രാജാവും അവരുടെ ആൾക്കാരും, അങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ഗംഭീര സ്റ്റൈലാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. പിന്നെ ആ രണ്ടാമത്തെ സോങ് മറ്റേ മരുതൂർ മലയ്ക്ക് പോകുമ്പോൾ ഉള്ള സോങ്, എത്ര പ്രാവശ്യം ടിവിയിൽ ഒരു കാലത്ത് TV വെച്ചാൽ ഈ സോങ് ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ കേട്ട് മറന്ന. പക്ഷെ ഇതിപ്പം ഇതിപ്പോ സ്ക്രീനിൽ കണ്ടപ്പോ ഗംഭീര എക്സ്പീരിയൻസ് ആട്ടോ ഈ സാധനം. നമ്മൾക്ക് ഇങ്ങനെ വലുതായിട്ട് കാണുമ്പോഴേ പല സംഭവങ്ങളും നമ്മൾ കണ്ട രീതിയിലല്ല ശരിക്കും. അതായത് പലതും നമ്മൾ കാണുന്നില്ല ചെറിയ ഈ സ്ക്രീനിൽ. സത്യം. ഫസ്റ്റ് സീന് നമ്മുടെ സായകുമാറിനെ കാണിക്കുന്ന ഇൻട്രോ സീന് ശരിക്കും ആളെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊമ്പൻ, അതിന് ഒരുപാട് സ്റ്റെപ്പുകൾ മുകളിൽ നിന്ന് ആളിറങ്ങി വരുന്നു, മുന്നിൽ ബാക്കിൽ ഒരു ആന താഴേക്ക് ഇറങ്ങി വരുന്നു, അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക്, കുട്ടി പാഞ്ഞു പോകുന്നു, ആ സമയത്ത് ആൾ കയറി വരുന്നതും, ഇതൊക്കെ നമ്മൾ സാധാരണ പോലെ കണ്ടിരുന്ന സീനാണ്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ക്യാരക്ടറിനെ അവർ ഏത് രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളതെന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും തിയേറ്ററിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി വരാൻ പോകുന്ന കമന്റ് എന്താ പറയുക, പിന്നെ നമുക്ക് കഥ മൊത്തം പറഞ്ഞാൽ പോരായിരുന്നു. സ്പോയിലർ ആയി പോയോ? സോറി, ഇത്രയും കഥ പറഞ്ഞിട്ട് സ്പോയിലർ ആയോ? എന്താണെങ്കിലും എന്താ ഞാൻ ഇങ്ങനെ ആലോചിക്കാ, നമ്മള് കണ്ടു മടുത്ത സിനിമയാണ്, പക്ഷെ ഇത് കണ്ടപ്പോ പിന്നെയും കിട്ടിയൊരു എത്ര കണ്ടാലും സത്യം, എത്ര കണ്ടാലും മടുക്കുകയല്ല. അതാണ് ഇതിന്റെ അവസ്ഥ. പിന്നെ ഇതില് കോമഡി കേട്ടോ, ഇത് പക്ക ഒരു മാസ് എന്റർടൈനർ ആയിട്ടാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു സാധനം മാറിയിട്ട് അതല്ലാതെ ഇതിൽ ഒരുപാട് കോമഡി, അത് മമ്മൂട്ടി ആയാലും ഇന്നസെന്റ് ക്യാരക്ടറിന്റെ ഇവരുടെയൊക്കെ രീതിയിൽ ഇതിൽ കോമഡി പോകുന്നത് ശരിക്കും വർക്കായി. അത് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊരു മാസ് സിനിമയായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ കോമഡി ഒന്നും നമ്മൾ അത്ര എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ഇത് സ്ക്രീനിൽ കണ്ടപ്പോ ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മാത്രം ഉണ്ടായിരുന്ന സാധനം ഉണ്ടായിരുന്നു അന്ന് ആ സിനിമ. അങ്ങനെയൊന്നും അല്ലായിരുന്നു അത് കാണേണ്ടിയിരുന്നത്. കണ്ട പോലെ കാണായിരുന്നു. കാരണം പല കോമഡി സീനുകളും നമ്മൾ ആ ഒരു സീരിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു ആളായിട്ട്, നമ്മുടെ വലിയേട്ടനായിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പ്രശ്നങ്ങളുടെ ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോമഡി ഒന്നും ആ രീതിയിൽ നമ്മൾ അന്ന് എൻജോയ് ചെയ്യാതിരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ കോമഡിയൊക്കെ നന്നായി വർക്കായി തിയേറ്ററിൽ. ഇപ്പം എന്തായിരിക്കും അറിയോ കമൻറ്റ് വരിക, നിങ്ങൾ സിനിമ വന്ന സാധനം തന്നെയല്ലേ കണ്ടിട്ടുള്ളൂ, വേറെ പുതിയൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഉറപ്പായിട്ടും വരും, ആ ചോദ്യം എന്തായാലും വരും. പക്ഷേ ഞങ്ങളിത് അന്ന് അനുഭവിച്ചിട്ടില്ല. ഇതിന്റെ രസം എന്താണ്, ഞങ്ങൾക്ക് അത് അനുഭവിച്ചപ്പോൾ കിട്ടിയ കാര്യമാണ് നമ്മളിപ്പോൾ ഇത് റിവ്യൂ ആയിട്ട് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ തിയേറ്ററിൽ കണ്ട ആൾക്കാരുണ്ടാവും, നിങ്ങൾ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരാണ്. തിയേറ്ററിൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതെന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നത് വളരെ നല്ലതായിരിക്കും, വളരെ അടിപൊളിയായിരിക്കും. അത് എക്സ്പീരിയൻസ് ഭയങ്കരം തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് പോയി കാണാം. കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരുന്നിട്ട് എല്ലാം ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. അത് ടി വിയിൽ ഒരിക്കലും കിട്ടൂല. അതിൻ്റെ ഇടയിൽ പരസ്യം വരും, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ഇവരുടെ ഓരോ കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭീമസേനായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നതും അതായത് പഞ്ചപാണ്ഡവരും കൗരവരും തമ്മിലുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കഥാപാത്ര സൃഷ്ടികൾ മൊത്തം. ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ എന്തൊരു ഗംഭീരമായിട്ടാണ്. പിന്നെ ചില ഡയലോഗ്സൊക്കെ, ആ ഡയലോഗ്സും വേറെ ലെവലാണ്. ചില ഡയലോഗ്സിൻ്റെ ഒക്കെ ഒരു കനം എന്താ അതിൽ, എനിക്ക് കനുള്ള സാധനം പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ആ സീനില്ലേ, എന്തൊക്കെ സീന്, എന്തൊക്കെ ഡയലോഗ്, അതൊക്കെ ഭീകര സാധനം. പിന്നെ ചില സാധനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര നാടകീയമായിട്ട് നാടകം കാണുന്ന ഒരു ഫീലിലേക്കൊക്കെ വരും. അത് കഥാപാത്രങ്ങൾ ചെയ്യുന്നിടത്തുള്ള പ്രശ്നമാണ്. എന്നാൽ മമ്മൂക്കയും ഇന്നസെന്റ്, സിദ്ദീഖ്, സായികുമാർ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം തോന്നുന്നു. സിമ്പിൾ ആയിട്ട് എക്സ്പീരിയൻസിന്റെ ഒരു പവർ തന്നെയാണ്. വേറെ സത്യം, അത് ചെയ്യേണ്ട രീതി ഉണ്ട്, പറയേണ്ട രീതി. സത്യം, അത് ആ രീതിയിൽ വരാത്തതാകുമ്പോഴാണ് നമുക്കൊരു നാടകീയത ചില സമയങ്ങൾ ഫീൽ ചെയ്യുന്നത്. അത് അന്നും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇന്നും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇത് കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്, അന്നത്തെ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. അതിൻ്റെതായ രീതിയിലുള്ള ബോഡി ഷേമിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ അറിയുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ പല ആൾക്കാരും ചോദിച്ചത് ഞങ്ങൾ ബോഡി ഷേമിങ്, അത് ബോഡി ഷേമിങ് അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അത് അന്നത്തെ കാലത്ത് അത് ബോഡി ഷേമിങ് അല്ലായിരുന്നു. അന്ന് ജസ്റ്റ് നമ്മളാണെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളും കളിയാക്കി വിളിക്കും, നമുക്ക് അറിയില്ലായിരുന്നു. ഇന്നൊന്ന് പോയി വിളിച്ചോ. ആ രീതിയിലുള്ള മാറ്റം, കാലഘട്ടം ഉൾക്കൊണ്ട മാറ്റങ്ങൾ എന്തായാലും ഇതിലില്ല.
അത് നമുക്ക് അറിയാവുന്നതാണ്. ആ രീതിയിലുള്ള ലെവലിൽ ഒരു ഗംഭീര മാസ സിനിമയാണ് നമ്മുടെ വല്യേട്ടൻ. പിന്നെ ടിക്കറ്റ് എടുത്താൽ മുതലും, കാരണം ഇതിന്റെ ഒരു ക്ലാരിറ്റി തന്നെ, പിന്നെ സൗണ്ടിന്റെ എല്ലാ എഫക്റ്റും, പിന്നെ എന്താ പറയാ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം കാണുന്ന ഫീലേ വരുള്ളൂ. കാട്ടിപ്പള്ളി പപ്പനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നു, മരുതൂർ മലയിലേക്ക്, അവിടെ ചെന്നിട്ട് പിടിക്കുന്ന സീനൊക്കെ അതിൻ്റെയൊക്കെ ഒരു മാസം എന്താ, അത് പോലീസിന്റെ കൂടെ ചേർന്നിട്ട്. അപ്പൊ പറയുന്ന ഒരു ഡയലോഗ്, അയ്യപ്പൻ ഇരിക്കുന്ന ശബരിമല എനിക്ക് പേടിയാ, മുരുകൻ ഇരിക്കുന്ന മരുതൂർ മല എനിക്ക് വിഷയ, പക്ഷെ കാട്ടിപ്പള്ളി പപ്പൻ എനിക്കൊരു വിഷയമല്ലാതെ. ഏതാ സാധനം നമ്മള് പറയുമ്പോഴാണ് ഇങ്ങനെ പുച്ഛമൊക്കെ തോന്നുന്നത്, പക്ഷെ അത് മമ്മൂക്കന്റെ വായിന്ന് അത് കേൾക്കണം. ആ രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ പല ഷോട്ടുകളും, അതായത് ഈ ഒരു പ്രൗഡി ഫീൽ ചെയ്യിപ്പിക്കാൻ എപ്പോഴും ഈ താഴെന്ന് മുകളിലേക്കുള്ള ഷോട്ടുകളൊക്കെ ആ സമയത്ത് കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്. ഷാജി കൈലാസ് എനിക്ക് ചില സമയത്ത് സിനിമ കണ്ടപ്പോൾ ഞാനും ചോദിച്ച മനസ്സിൽ വിചാരിച്ചതാണ്, ഇങ്ങനെ എങ്ങനെ ഫീൽ ഔട്ട് ആയി പോയി എന്ന്. സത്യമായിട്ടും ഏതൊക്കെ സിനിമ ഇത് പോട്ടെ, നരസിംഹം, ആറാം തമ്പുരാൻ, അങ്ങ് പോയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഭീകര സാധനങ്ങൾ. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളാണ് കുറേ നാളത്തേക്ക് സിനിമകളൊന്നും ഇല്ലാണ്ടിരുന്നത്. ശരിക്കും ആള് മാറേണ്ട കാര്യമൊന്നുമില്ല, കാലഘട്ടം മാറിയാലും ഈ രീതിയിലുള്ള സിനിമകൾ അങ്ങനെ ചെയ്തു വിട്ടാൽ മതി. ഇത് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം, നമ്മള് പൃഥ്വിരാജിന്റെ പടം ചെയ്തു കടുവ, അത് ആള് തന്നെ ചെയ്യണ്ട. അങ്ങനെ ചെയ്താലേ ആ പടത്തിന്റെ പവർ കിട്ടുള്ളൂ, അതത്രേ ഉള്ളൂ. എന്താണെങ്കിലും അന്ന് മിസ്സായവര് പിന്നെ ഒരുപാട് TV കണ്ട ആൾക്കാരും ഒന്ന് പോയി കണ്ടേക്കാം, സ്ക്രീനിൽ എങ്ങനെയുണ്ടെന്നുള്ളത് വേറെ ഫീൽ കിട്ടും. തീർച്ചയായും നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ പറയുന്നു, നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. റേറ്റിംഗ്സ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും, 10 ൽ 9 കൊടുത്തിട്ടുണ്ടാവും. ഇന്നിപ്പം മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാട്ടോ, ബൈ.